ഒരു സംഭവം പറയാം. ചില നിഗൂഢ രഹസ്യങ്ങളൊക്കെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. അതിനെ നമുക്ക് തരംതിരിച്ചു പറയാൻ കഴിഞ്ഞില്ലെങ്കിലും എന്തൊക്കെയോ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഈ സ്റ്റുഡൻറ്റിൻ്റെ കാര്യം കേൾക്കുക. അദ്ദേഹം വളരെ മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ്. രാത്രി വളരെ വൈകുവോളം പഠിച്ചുകൊണ്ടിരുന്ന ഈ കുട്ടി അതിനുശേഷം കോളേജ് വിദ്യാർത്ഥിയാണ് കഥാപാത്രം. അതിനുശേഷം ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഉറക്കം വരുന്നു. നല്ല ഗാഢ നിദ്രയിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷേ കക്ഷി ഉണർന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം പിതാവ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതായി കാണുന്നു. ഇദ്ദേഹം 2 ആഴ്ച മുമ്പാണ് ഏതാണ്ട് 600 കിലോമീറ്റർ ദൂരെയുള്ള വീട്ടിൽ നിന്നും കോളേജിലെ ഹോസ്റ്റലിലേക്ക് വന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് വളരെ അവശനായി രോഗാവസ്ഥയിൽ വീട്ടിലെ കിടപ്പിലായിരുന്നു. പക്ഷേ അത്ഭുതത്തോടുകൂടി ഈ കുട്ടി ചിന്തിച്ചത്, പിന്നെങ്ങനെയാണ് ഇത്രയും വേഗം അച്ഛൻ തന്നെ കാണാൻ ഇവിടെ എത്തിയത്? സ്വപ്നമാണെന്ന് മനസ്സിലാക്കാൻ കുറേ സമയം വേണ്ടി വന്നു. ഉണർന്നു കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഉറക്കത്തിലേക്ക് പ്രവേശിച്ചു. രാവിലെ അദ്ദേഹം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ മുറിയിൽ ഒരു പ്രത്യേക തരം തൈലത്തിൻ്റെ മണം ഉയർന്നു വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇത് തൻ്റെ അച്ഛൻ പതിവായി ഉപയോഗിക്കുന്ന ഒരു ആയുർവേദ തൈലത്തിൻ്റെ ഗന്ധമാണെന്ന് മനസ്സിലാക്കി തലേന്ന് കണ്ട സ്വപ്നവുമായി അതിനെ ബന്ധപ്പെടുത്തി ചിന്തിച്ചു. അച്ഛൻ വന്നതായി സ്വപ്നം കാണുന്നു. ഇപ്പോൾ പകലായിട്ടും അച്ഛൻ ശരീരത്ത് പുരട്ടുന്ന തൈലത്തിൻ്റെ ഗന്ധം മുറിയിലേക്ക് നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. വല്ലാതെ പരിഭ്രാന്തനായ ഈ കുട്ടി അല്പം കഴിഞ്ഞപ്പോൾ വാതിലിൽ മുട്ടുകേട്ട് കുറേ കൂടി പരിഭ്രാന്തിയോടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു വാർഡനാണ് മുന്നിൽ. അദ്ദേഹം പറയുന്നു, പെട്ടെന്ന് തയ്യാറാവുക, നിങ്ങളുടെ അച്ഛന് രോഗം വളരെ കൂടുതലാണ്, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു കാർ ഉടനെ എത്തും. ഇത്രയും പറഞ്ഞിട്ട് ഈ വാർഡൻ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു. പെട്ടെന്ന് തയ്യാറായി ഈ കുട്ടി വീട്ടിലെത്തുമ്പോൾ അർദ്ധരാത്രി തന്നെ വിളിച്ചുണർത്തി എന്ന് തോന്നിയ അതേ സമയം അച്ഛൻ ഇഹലോകവാസം വെടിഞ്ഞിരിക്കുന്നു. അതായത് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. ഇത് ഈ കുട്ടിക്ക് ഇത്രയും കിലോമീറ്റർ ദൂരെ നിന്നും അച്ഛൻ്റെ ആത്മാവ് തൻ്റെ മുറിയിലെത്തി തന്നോട് യാത്ര പറഞ്ഞു പോയതാണ് എന്ന് വിശ്വസിക്കേണ്ടി വന്നിരിക്കുന്നു. ഇതുപോലുള്ള പല ടെലിപ്പതി സമ്പ്രദായങ്ങളും പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. വിചാരവിനിമയം അല്ലെങ്കിൽ വിചാര വിക്ഷേപം എന്നൊക്കെ ഇതിന് പറയുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളുടെ സഹായം കൂടാതെ വ്യക്തികളുടെ മനസ്സുകളിൽ തമ്മിൽ നടക്കുന്ന ആശയവിനിമയം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. അടുത്ത ആത്മബന്ധമുള്ളവർ, വളരെക്കാലം ഒന്നിച്ച് ജീവിച്ചവർ എന്നിവരൊക്കെ തലച്ചോറിൽ നിന്നും പുറപ്പെടുവിക്കുന്ന വിചാര തരംഗങ്ങളുടെ, അതായത് തോട്ട്സ് ഓഫ് വേവ്സ്, അതിൻ്റെ ഫ്രീക്വൻസിക്ക് സമാനമായി ക്രമീകരിക്കപ്പെടാറുണ്ടത്രേ. അത്തരം ആൾക്കാർ തമ്മിൽ പെട്ടെന്ന് തന്നെ വിചാരവിനിമയം സാധാരണ നടക്കുമെന്നും കരുതപ്പെടുന്നു. പെട്ടെന്ന് അപകടത്തിലും മറ്റും പെട്ടു മരിക്കുന്ന ആളുകളുടെ വളരെ അകലെയുള്ള ഭാര്യമാരും അമ്മമാരുമൊക്കെ അജ്ഞാതമായ ചില മാനസിക അസ്വസ്ഥതകൾക്ക് വിധേയമാവുകയും അസ്വാഭാവികമായ ദർശനങ്ങൾ കാണുകയും ചിലപ്പോൾ ബോധം കെട്ട് വീഴുകയുമൊക്കെ ചെയ്യുന്നത് പലവട്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭാവിയെക്കുറിച്ചും വരാനിരിക്കുന്ന ആപത്തുകളെക്കുറിച്ചും
പലപ്പോഴും ഇത്തരം ഉൾവിളികൾ പലർക്കും ലഭിക്കാറുണ്ട്. ഇതിങ്ങനെ സംഭവിക്കുമെന്ന് വേദ ഇതിഹാസങ്ങളിലും വിശുദ്ധ ബൈബിളിലും വിശുദ്ധ ഖുറാനിലുമൊക്കെ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പലപ്പോഴും യോഗീശ്വരന്മാർക്കും ജ്ഞാനികൾക്കും വളരെ വേഗം തന്നെ ഈ സന്ദേശങ്ങൾ ബോധമനസ്സിൽ എത്തിക്കാനും അത് വിശകലനം ചെയ്ത് അതുവഴി പരഹൃദയജ്ഞാനം, വിദൂരജ്ഞാനം, ത്രികാലജ്ഞാനം എന്നിവ നിഷ്പ്രയാസം സാധ്യമാക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഉറക്കത്തിൽ ബോധമനസ്സ് വിശ്രമത്തിലാണെങ്കിലും ഉപബോധ മനസ്സ് ശക്തിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ തോട്ട് ഓഫ് റിസപ്ഷൻ അല്ലെങ്കിൽ വിചാര വിക്ഷേപത്തിലെ വിചാര സ്വീകരണം എന്നത് നമുക്ക് സംഭവിക്കുന്നു എന്ന് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. മനുഷ്യ മസ്തിഷ്കം പുറപ്പെടുവിക്കുന്ന വൈദ്യുത തരംഗങ്ങളെക്കുറിച്ചും പണ്ടേ അറിവുള്ളതാണ്. ഹേൻസ്ബർഗർ എന്ന ജർമ്മൻ ശാസ്ത്രജ്ഞനാണ് ഈ വിഷയത്തിൽ ആധികാരികമായ ചില സൂചനകൾ നൽകിയത്. അതികഠിനമായ മനോസംഘർഷങ്ങൾ മുതൽ ശരീരവേദനകളും രോഗലക്ഷണങ്ങളും വരെ ഇപ്രകാരം അടുത്ത ബന്ധുക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാറുണ്ട്. നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്ത ബന്ധുക്കളിലേക്കും അനുഭവപ്പെടാറുണ്ട് എന്നുള്ളതാണ്. പല സംഭവങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രത്യേക ആവൃത്തിയിൽ റേഡിയോ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന ശബ്ദവീചികളെ അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയെ പിടിച്ചെടുക്കാൻ പാകത്തിന് ട്യൂൺ ചെയ്തിരിക്കുന്ന റേഡിയോ പോലെ തന്നെ നമ്മുടെ തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന ചിന്താ തരംഗ വീചികളെ അതേ ഫ്രീക്വൻസിയുമായി താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള മറ്റൊരു തലച്ചോറിനും ലഭിക്കും എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ തത്വം.